ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലീ ഭൂമിയിൽ. ദൈവരാജ്യം മാത്രം ഞാൻ തേടേണ്ടതുള്ളൂ. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവത്തോടു ചേർന്നു നിന്നാൽ ദൈവമെന്റെ കൂടെ നിൽക്കും. ഇടുങ്ങിയ വഴികളിലും രക്ഷയേകിടും. ക്ലേശങ്ങളിൽ നേരിയാലും അനുഗ്രഹം വൈകിയാലും കൂടെ നാഥരുണ്ടെന്നതിൽ ആനന്ദിച്ചിടും. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു
ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലീ ഭൂമിയിൽ. ദൈവരാജ്യം മാത്രം ഞാൻ തേടേണ്ടതുള്ളൂ. ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നുമേ വന്നിടുന്നില്ലെന്നു ഞാൻ വിശ്വസിച്ചിടും. ഞങ്ങൾ വിളിക്കുന്ന മേരിക്കുഞ്ഞ് ചേച്ചി എന്നാണ്. ചേച്ചിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ 50 വർഷക്കാല സന്യാസ ജീവിതത്തിൽ, സന്യാസ സംഭവ ജീവിതത്തിൽ ദൈവം കനിഞ്ഞരുളിയ എല്ലാ ദാനങ്ങൾക്കും നമുക്ക് ചേച്ചിയോടൊപ്പം നന്ദി അർപ്പിക്കാം, ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതുപോലെ ഇനിയുള്ള കാലങ്ങളിലും ഇനിയും വീണ്ടും വർഷങ്ങൾ ദൈവത്തെ സേവിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിനും ജനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ചേച്ചിയെ ദൈവം ശക്തിയാകട്ടെ, അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ജൂബിലി ആഘോഷത്തിൽ ഈ ജൂബിലി സംബന്ധിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരെയും, അതുപോലെ ഈ പങ്കെടുക്കാൻ പറ്റാത്ത വിദേശത്തായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെയും അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നത് ജിമ്മിയച്ചാണ്, ഞങ്ങളുടെ റോസി ചേച്ചിയുടെ മകൻ. അപ്പം എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യമായി അനുഗ്രഹിക്കട്ടെ. Tiru
അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോടി നിൽക്കുന്ന ആശ്രതി ഞങ്ങൾ അങ്ങേ നിരന്തര സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാലെങ്കിൽ ആരുടെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മറ്റേനു നിത്യമോ ഉദ്ധാനം നീ അരുളുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഞങ്ങളുടെ ജീവിതായുവന്തിയുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാഠിന്യത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്തെ ദൈവതേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ആശങ്കാകുലരെങ്കിലും നിരാശരല്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കഴിക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും.
മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പോൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമായിട്ട് ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ മേരി ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസി ഒരിക്കലും വളരുകയല്ല, മറിച്ച് രൂപപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നതാണ്. മുന്തിരിച്ചെടിയെ എങ്ങനെ അതിൻ്റെ കൃഷിക്കാരൻ വെട്ടിയൊരുക്കുന്നുവോ അതുപോലെ ഒരു വെട്ടിയൊരുക്കലിലൂടെ രൂപപ്പെടുന്നതാണ് ഒരു സന്യാസ ജീവിതമെന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നിയതിന് ഇന്ന് വായിച്ച ഏതാനും ചില വചനങ്ങൾ സിസ്റ്ററിൻ്റെ ഈ 50 വർഷത്തെ ജീവിതവുമായിട്ട് ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുവാനായിട്ട് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററിനെ എനിക്ക് ഒത്തിരി നേരിട്ട് പരിചയമോ സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകൾ വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും അറിയാവുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സന്യാസിയുടെ ജീവിതത്തെ ഒന്ന് കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരം സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഫലം തരാത്തതിനെ അവിടെ നിന്ന് നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ സമൂഹത്തിൽ ആരംഭിക്കുമ്പോൾ സ്കൂളിൽ പഠനമൊക്കെ ആരംഭിച്ച് അവിടെ നിന്ന് എങ്ങനെയാണ് തമ്പുരാൻ രൂപപ്പെടുത്തുന്നത്, ഫലം അല്ലെങ്കിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലം തരാത്ത പലരുമൊക്കെ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാതെ സിസ്റ്ററിനോടൊപ്പം പഠിച്ച പലരും മാറിപ്പോയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഒന്ന് ലഭിക്കുന്ന വിളിയല്ല ഈ സന്യാസ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലം തരാത്തതിനെ ആദ്യമേ തന്നെ കൂടെ പഠിച്ചവരെയും കൂടെ ജീവിച്ചവരെയും പലരെയും മാറ്റിയിട്ട് സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് തമ്പുരാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു വളരാനായിട്ട്. അപ്പോൾ ഫലം തരാത്തത് പലരും ഉണ്ടായിരുന്നു നമ്മുടെ ചുറ്റും. അവരെ മാറ്റി നിർത്തി അവരെ മറ്റു വഴികളിലൂടെ തമ്പുരാൻ തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. ഒന്നുമല്ല, കാരണം സാധാരണ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചെറുപ്പക്കാരായവർ ജീവിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് മാറ്റി നിർത്തവിട്ട് അതിൽ നിന്ന് ചില വെട്ടിയൊരുക്കലുകളൊക്കെ നടത്തുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല പലതിനെയും ഉൾക്കൊള്ളാനായിട്ട്. പക്ഷേ ആ വെട്ടിയൊരുക്കലിനെ സ്വീകരിച്ചപ്പോൾ മാത്രമാണ് ഒരു സന്യാസ ജീവിതത്തിലേക്ക്, ഒരു സന്യാസിനിയായിട്ടുള്ള ജീവിതത്തിലേക്ക് സിസ്റ്റർ കടന്നു വരാനായിട്ട് സാധിച്ചത് എന്നുള്ളത് ഉറപ്പാണ്. തമ്പുരാൻ നമ്മുടെ കൂടെ വസിച്ചു എന്നുള്ളതാണ്. ഈ വെട്ടിയൊരുക്കലിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ, മറ്റുള്ളവരൊക്കെ മാറ്റി നിർത്തുമ്പോൾ അവിടെയെല്ലാം തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം, വലിയൊരു വിശ്വാസം. തമ്പുരാനിൽ വസിക്കുവാനായിട്ട് സാധിച്ചു, തമ്പുരാൻ എന്നിലും വസിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഫലം ചൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ പൗരവ ജീവിതവും സന്യാസ ജീവിതവും ഒക്കെ പലരെയും ജീവിതമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു വളരെ പ്രസക്തമായ കാര്യമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മളിലൂടെ നടത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതുമൊക്കെ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടാത്ത മേഖലകളിലുമൊക്കെ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച സമയങ്ങളിൽ വളരെ വലിയ വിജയം ലഭിക്കുമ്പോൾ അറിയാതെ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കഴിവാണ്. ആനയ്ക്ക് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തി. പക്ഷേ ആ ഉത്സവ സീസൺ ആയതുകൊണ്ട് അവർ ഉദ്ദേശിച്ച പോലെ ആനയെ കിട്ടി. പിന്നെ അവർ ചിന്തിച്ചു, വന്നാലും പിന്നെ അടുത്ത കെറ്റപ്പുള്ള ഒരു മൃഗമെന്ന് പറയുന്നത് കുതിരയാണ്. എന്നാൽ ഈ കുതിരയെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചുകൊണ്ട് കുതിരയെ അവർ അന്വേഷിച്ച് നടന്നു. അതിനെയും കിട്ടിയില്ല. അവസാനം അവർക്ക് കിട്ടിയത് ഒരു കോവർ കഴുതി. അങ്ങനെയെങ്കിൽ അതാകട്ടെ, വേറൊന്നും നോക്കണ്ട, ഈ ആ കോവർ കഴുതിയെ വെച്ചുകൊണ്ട് തന്നെ ഈ ഘോഷയാത്ര നടത്താമെന്ന് വിചാരിച്ച് അവരതിനെ നെറ്റിപ്പെട്ടൊക്കെ കെട്ടിച്ച് അതിൻ്റെ പുറത്ത് തുണികളൊക്കെ വിരിച്ചുകൊണ്ട് ആഘോഷമായിട്ട് അതിൻ്റെ മുകളിൽ അവർ ഉത്സവത്തിൻ്റെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് അവർ കൊണ്ടു നടക്കുകയാണ്.
കുറെ കഴിഞ്ഞപ്പോൾ ഈ കഴുതിക്ക് തോന്നി തൻ്റെ മുമ്പിൽ വളരെ ആൾക്കാർ വന്ന് കുമ്പിടുന്നു, തന്നെ തൊട്ട് മുത്തുന്നു. അവിടെ നിന്ന് 4 കാല് 2 ചാട്ടം ചാടിയെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം താഴെ ചാടി സംഭവിച്ചത് കഴുതിക്കുള്ള തല്ല് കിട്ടി എന്നുള്ളതാണ്. അറിയാതെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചില തല്ലുകൾ കിട്ടുമ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് നോക്കാറുണ്ട്. കാരണം ഇതെൻ്റെ കഴിവല്ല, തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം തല്ലുകൾ സന്യാസ ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ നമ്മളെ കൂട്ടിയെന്ന് എത്തിക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കഴിവല്ല, അതിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിച്ച അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്: എന്നിൽ വസിക്കുന്നവൻ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തറിയപ്പെടുകയും ചെയ്യും, ഉണങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ സന്യാസത്തിലോ അല്ലെങ്കിൽ പൗരോഹിത്യത്തിലൊക്കെ പലരും പങ്കുചേർന്നവർ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇട്ടുപോകുന്നതിൻ്റെ ചില കാരണങ്ങളും ഇത് തന്നെയാണ്. കർത്താവിൽ വസിക്കാൻ സാധിക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ. ഒരുപക്ഷെ അങ്ങനെ മുറിച്ചു മാറ്റപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവർ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഈ സന്യാസത്തെ അല്ലെങ്കിൽ പൗരോഹിത്യത്തേക്ക് പഴി പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ടുള്ളവരുണ്ടാകാം. ആ ജീവിതം ശരിയല്ല എന്ന് പിന്നീട് തോന്നിയിട്ട് മടങ്ങിപ്പോയിട്ടുണ്ടാകാം. കാരണം മറ്റൊന്നുമല്ല, തമ്പുരാനിൽ വസിക്കുവാനായിട്ട് സാധിക്കാത്തതുപോലെ ഉണങ്ങിയ ശാഖയായി തീരുന്നു, ഫലം പുറപ്പെടുവിക്കാതെ വരുന്നു, അവർ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ. അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ ചേട്ടൻ സിസ്റ്റർ സന്തോഷത്തോടെ ഓർക്കാനുള്ള ഒത്തിരിയേറെ നല്ല കാര്യങ്ങളുണ്ട്. ജൂബിലി എപ്പോഴും നന്ദി പറയേണ്ട ഒരവസരമാണ്. തമ്പുരാൻ മുമ്പിൽ തമ്പുരാൻ വിളിച്ചതിനെ കുറിച്ച് ഓർക്കാൻ, തമ്പുരാൻ ജീവിതത്തിൽ നൽകിയ വലിയ നന്മകളെ കുറിച്ച് ഓർക്കാൻ, അതിനെക്കുറിച്ച് നന്ദി പറയാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മോടൊപ്പം സഹായികളായിരുന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മളറിഞ്ഞും അറിയാതെയുമൊക്കെ പ്രാർത്ഥന കൊണ്ടും അല്ലാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ളവർ, അവരെയെല്ലാം നമ്മൾ നന്ദിയോടെ ഓർക്കാനുള്ള സമയമാണ്. പക്ഷേ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകാം. തിരുത്തി ഇനിയും മുന്നോട്ട് പോകാനുള്ള കരുത്ത് തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇംഗ്ലീഷിലെ ഒരു ചെറിയ വാചകവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ്? ലൈഫ് ഈസ് നോട്ട് വാട്ട് യു എലോൺ മേക്ക് ഇറ്റ്. Life is the input of everyone who touched your life and every experience that endured it. We are all part of one another. മനസ്സായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല, അത് ഒത്തിരി പേരുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് ആശയങ്ങളിട്ട് തന്നവർ, ജീവിതത്തിൽ പകർന്നു തന്നവർ, പഠിപ്പിച്ചവർ, നമ്മളെ വളർത്തിയവർ, നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിച്ചവർ, നമ്മുടെ വഴികളിലൂടെ നടത്തിയവർ, അങ്ങനെ ഇൻപുട്ട് തന്നിട്ടുള്ള അനേകരുണ്ട്. ഇൻപുട്ട് ഓഫ് എവരിവൺ ഹു ടച്ച്ഡ് യുവർ ലൈഫ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ളവർ ഒത്തിരിയേറെയുണ്ട്. അങ്ങനെയുള്ളവർ ഇൻപുട്ട് വളരെ വലുതായിരിക്കും. ആൻഡ് എവരി എക്സ്പീരിയൻസ് ആക്കാനായിട്ട് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഒത്തിരി എക്സ്പീരിയൻസ് നമ്മൾ ഓർക്കാറുണ്ട്. പലപ്പോഴും നന്മകൾ ഒത്തിരിയേറെ കിട്ടാൻ നല്ല എക്സ്പീരിയൻസുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉണർവോടെ നമുക്ക് പോകാൻ സാധിക്കുന്നു. വി ആർ പാർട്ട് ഓഫ് വൺ അനദർ എന്നുള്ളത് പറഞ്ഞു. അവരെല്ലാം ഓർക്കാൻ, അവർക്കെല്ലാം നന്ദി പറയാൻ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈ നല്ല ദിനം, ഈ നല്ല പേര് നമുക്ക് ഇടയായിട്ട് എന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാൻ തന്ന ആ വിദ്യോരിക്കലിൻ്റെ അനുഭവത്തിലൂടെ ഇന്ന് അനേകർക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തുറന്നും തമ്പുരാൻ തരുന്ന ആയുസ്സും തമ്പുരാൻ തരുന്ന ജീവിതവും മറ്റുള്ളവർക്ക് അനേകർക്ക് ജീവിത മാതൃകയായി തീരുവാനായിട്ട് സിസ്റ്റർ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഈ കുടുംബാംഗങ്ങളെ എല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാണിയതിരെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജകമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്ക്.
കൈവയ്പിനെ തിലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവൻ. ഞങ്ങളുടെ കർത്താവുമായ ദൈവമേ, സാഹോദര്യവും ശ്രേയവുമായ സഭയുടെ മേൽ അങ്ങയുടെ കടം നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷയും ഞങ്ങളെല്ലാവരും എന്തിയാകും യോഗ്യരാക്കണമേ. കണ്ണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിയാകും അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ തോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിച്ച് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യം കടങ്ങളെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതാം ദൈവത്തിന്റെ മഹനീയ തൃത്വത്തിൽ സ്തുതിയും ബഹുമാനവും നിറഞ്ഞ ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധ
ദൈവമായി കുർബാനോടെ നിങ്ങളുടെ പാവങ്ങൾ പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ എന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെ നാഥായ നയിക്കുക. സ്നേഹത്തിനാ സ്വപ്നേശ
നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എന്റെ കർത്താവിനെ ഞാൻ പകർത്തേക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം വാകേ. ഞാൻ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾ ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും വ്യാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ നിൻ സുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. അവരിലാരും അവശേഷിക്കില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രവേണ നാട്ടിൽ ചേർക്കണം. പാപങ്ങൾ മാച്ചുളയും ചെയ്യുമാറാട്ട്. മഹനീയമായ നിന്റെ തൃത്വത്തിൽ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാട്ടി. ജീവന്റെ മനത്തിനെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലെ സുത്രഹനാ. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശ. ജീവന്റെ മനത്തിനെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായി കൈക്കൊള്ളണമേ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ഒരു വത്സലരാം ശ്രീഹരും ഒരു പോനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. ശബ്ദത്താൽ ലാസനൊരു വിജയകർത്താവിയ ശബ്ദം മഹനീയമായ നീതിപെടുത്ത നിന്നെ ദാസരെ വിളിക്കുകയും നിന്റെ ഭർത്താവ് നിർത്തുകയും ചെയ്യേണ്ട പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. കാരണം നിറഞ്ഞവരും നീതിമാനുമായ വിധികർത്താവ് ജീവന്റെ മരണത്തിനെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നീക്കണം. അവർ ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സകലത്തിന്റെ നാഥനും ദൈവമായ മെസ്സിഹായ കുരിശിന്റെ അടയാളത്വം ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും പരിചാക്ഷരായി കവിടുന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമരുന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ കൃപയാനുഗ്രഹം നിന്റെ വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. മനസ്സൊരു
ഉയരത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ. ഓർക്കുകയാണിവിടെ. സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനായി. സ്വർഗീയ ഗേഹത്തിൻ മാർഗമതിൽ ആത്മീയമാം ജീവനായി. ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി ഭോജ്യം. ആഹാരമായി ദൈവം തരും സ്വർഗീയ മന്നായി ഭോജ്യം. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ. ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ. ഓർക്കുകയാണിവിടെ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം.
അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം വാനം പാടി പാടും പോലെ ഉള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക വാനം പാടി പാടും പോലെ ഉള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം കാറ്റിൽ ചാഞ്ചാടും ദീപത്തിൻ നാളം നിൻ കാരുണ്യത്താൽ നേടുന്നുല്ലാസം എൻ ജീവിതം പുണ്യം നേടുവാ നൽകൂ നൽവരം നീയാശ്രയം വാനം പാടി പാടും പോലെ ഉള്ളം വാഴ്ത്തുന്നു നിന്നെ ലോകനാഥായേശുവേ വേനൽ വിങ്ങും തീരം തേടും മേഘം പോലെന്നിൽ പെയ്യൂ നിൻ സ്നേഹദാനം മോചക
കാതിൽ തേന്മാരി പൊഴിയും നിന്നാമം, കണ്ണിനൊളിയായി തെളിയും നിൻ രൂപം. കാതിൽ തേന്മാരി